എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരിക്കൽ കൂടി ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടോ? സിന്ധു ടീച്ചർ പഠിപ്പിച്ച ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ടീച്ചർ നൽകിയ വർക്ക്ഷീറ്റുകൾ എല്ലാ കൂട്ടുകാരും ചെയ്തായിരുന്നോ? ചെയ്തു അല്ലേ? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ചെയ്തു. എല്ലാവരും ടീച്ചറിന് എല്ലാ പ്രവർത്തനങ്ങളും അയച്ചു കൊടുത്തിരുന്നോ? എത്ര പേര് അയച്ചു കൊടുത്തു? എല്ലാവരും അയച്ചു കൊടുത്തോ? പക്ഷേ എല്ലാവരും മറുപടി പറഞ്ഞില്ല. ചില കൂട്ടുകാർ എന്താ ചെയ്യുന്നതെന്നറിയാവോ? മറുപടി പറയാതെ ടീച്ചർക്ക് പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവിടെയുള്ള കളിപ്പാട്ടങ്ങളിൽ നോക്കിയിരിക്കുകയാണ്. ഇതെവിടുന്നാന്നല്ലേ? എവിടുന്നായിരിക്കും? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ടീച്ചറിന് ഈ ബലൂണും കളിപ്പാട്ടങ്ങളും ഒക്കെ എവിടുന്നാ കിട്ടിയിരിക്കണേ? നിങ്ങൾ പറഞ്ഞതാണോ എന്ന് നോക്കാം കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ചിത്രങ്ങളിൽ എന്താ കണ്ടത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ഉത്സവ ചിത്രങ്ങളുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടതല്ലേ? ഉത്സവം കാണാൻ പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞു മക്കൾക്ക്. എന്താ ഇത്ര ഇഷ്ടം തോന്നാൻ കാര്യം? വർണ്ണമനോഹരമാക്കിയ കാഴ്ചകൾ കാണാം. പിന്നെയോ ലൈറ്റ്, അതാണ് ടീച്ചർ പറഞ്ഞത്. പിന്നെ എന്തൊക്കെ കാണാം? ധാരാളം ആൾക്കാരെ കാണാം. വീട്ടുകാരും ഒത്താണ് നമ്മൾ ഉത്സവം കാണാൻ പോകാറുള്ളതല്ലേ? അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും. പിന്നെയോ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റുമല്ലേ? പിന്നെയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ, ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാം. കളിപ്പാട്ടങ്ങൾ അച്ഛനമ്മയും വാങ്ങിത്തരുമോ അതോ വാശി പിടിക്കുമോ? ഇപ്പം അടുത്തിരിക്കുന്ന അമ്മമാരൊക്കെ പറയും നിന്നെയാണ് പറയുന്നതല്ലേ, വാശി പിടിക്കാറുണ്ട്. ചിലപ്പോൾ അച്ഛനമ്മയും വാങ്ങിത്തരും, പക്ഷെ നമുക്ക് കളിപ്പാട്ടം കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷം വരും അല്ലേ? അതുപോലെ ഞങ്ങൾ ഒരു മേളക്കാഴ്ചയ്ക്ക് പോയി വരുന്ന വഴിയാണ്. ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടീച്ചറിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? നമ്മുടെ അഭിനന്ദും ഉണ്ണിയും നന്ദനയും ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? അവരെന്തൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും? കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കി. ഇപ്പം പറഞ്ഞത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളല്ലേ? നമുക്കൊന്ന് അവരോട് തന്നെ ചോദിച്ചാലോ? അവരെന്തൊക്കെ വാങ്ങിയിരിക്കുന്നു നോക്കാം കേട്ടോ. നമ്മുടെ കൂട്ടുകാരെ കണ്ടില്ലേ? ഉത്സവ ചന്തയിൽ നിന്ന് അവരെന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് നോക്കണ്ടേ? നമ്മുടെ അഭിനന്ദ് എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്? ഒന്ന് കൂട്ടുകാരെ പറഞ്ഞേ. അഭിനന്ദിൻ്റെ കയ്യിലോട്ട് നോക്കൂ, എന്തൊക്കെ കളിപ്പാട്ടങ്ങളാണ് ഉള്ളത്. അഭിനന്ദ് എന്തൊക്കെയാണ് വാങ്ങിയത്? ഒരു പന്തും ഒരു ബലൂണും. എത്ര പന്തുകളാണ് വാങ്ങിയത്? ഒരു പന്ത്. ഒരു പന്തും ഒരു ബലൂണും. അഭിനന്ദ് ബോട്ട് എ ബോൾ ആൻഡ് എ ബലൂൺ. അപ്പം നമ്മുടെ ഉണ്ണിയോ? ഉണ്ണി എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് നോക്കിയേ? ഒരു പാവയും ഒരു പീപ്പി. ഒരു പാവയും പീപ്പി. ഉണ്ണി ബോട്ട് എ ഡോൾ ആൻഡ് എ വിസിൽ. ഉണ്ണി ബോട്ട് എ ഡോൾ ആൻഡ് എ വിസിൽ. നമ്മുടെ നന്ദനക്കുട്ടി നോക്കിയേ. നന്ദനക്കുട്ടി എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്? നന്ദനക്കുട്ടിയുടെ കയ്യിൽ എന്താണുള്ളത്? പന്ത്. മിടുക്കി,
അവിടെ ഒരാൾ എണ്ണം ചേർത്ത് പറഞ്ഞു. നമ്മൾ സാധനങ്ങൾ പറയുമ്പോൾ എണ്ണം കൂടെ ചേർത്ത് പറയണം. നന്ദന എന്താണ് വാങ്ങിയിരിക്കുന്നത്? ഒരു പന്ത് മാത്രം. നന്ദന ബോട്ട് ഒൺലി എ ബോൾ. നന്ദന ബോട്ട് എ ബോൾ. ഇത് ഇവർക്ക് സ്വന്തമാകണമെങ്കിൽ കടക്കാരന് എന്ത് കൊടുക്കണം? കാശ് കൊടുക്കണം അല്ലേ? നമ്മളാണെങ്കിൽ ഒരു മിഠായി വാങ്ങിയാലും നമ്മൾ എന്ത് ചെയ്യണം? കാശ് കൊടുക്കണം. കാശെന്ന് പറഞ്ഞാൽ രൂപ നൽകണം. ദേ ഹാവ് ടു സ്പെൻഡ് മണി. കാശ് നൽകണമെങ്കിൽ ഇവർക്ക് ഓരോന്നിൻ്റെ വില അറിയണം. കൂട്ടുകാർക്ക് അറിയാൻ പറ്റുമോ ബോളിൻ്റെ വില എത്രയാണെന്നൊന്ന് പറഞ്ഞേ. ചില കൂട്ടുകാർ എവിടെ നോക്കിയാണ് പറഞ്ഞതെന്ന് ടീച്ചറിന് അറിയാം. പക്ഷേ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും? കടക്കാരനോട് ചോദിക്കും. പക്ഷേ കൂട്ടുകാർ അച്ഛനോടും അമ്മയോടും ഒക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, നിങ്ങൾ കടകളിലൊക്കെ കയറുമ്പോൾ, റേഷൻ കടയിലോ ഫ്രൂട്ട്സ് കടയിലോ പലചരക്ക് കടയിലോ ഒക്കെ കയറുമ്പോൾ അതിൻ്റെ മുൻവശത്ത് സാധനങ്ങളുടെ പേരും അവയുടെ വില വിവരവും എഴുതിയ വില വിവര പട്ടിക കാണാം, പ്രൈസ് ലിസ്റ്റ്. അതുപോലെ നമ്മുടെ ഈ കൂട്ടുകാരുടെ കളിപ്പാട്ടങ്ങളുടെ വില എത്രയെന്ന് അറിയാനുള്ള ഒരു പ്രൈസ് ലിസ്റ്റ്, വില വിവര പട്ടികയും ഇവിടെ നോക്കിക്കേ കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇനി നമുക്ക് ഓരോരുത്തരും വാങ്ങിയ കളിപ്പാട്ടങ്ങൾക്ക് എത്ര രൂപയാണെന്നറിയാലോ. അഭിനന്ദ് എന്തൊക്കെയാണ് വാങ്ങിയത്? എ ബോൾ ആൻഡ് എ ബലൂൺ. ഉണ്ണിയോ? എ ഡോൾ ആൻഡ് എ വിസിൽ. നന്ദനക്കുട്ടിയോ? എ ബോൾ. അപ്പോൾ ഈ കൂട്ടുകാർ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ വില കൂട്ടുകാർ തന്നെ കണ്ടെത്തി. എവിടെ നിന്ന് കണ്ടെത്തും? ഈ വില വിവര പട്ടിക നോക്കി കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓരോ കൂട്ടുകാരുടെ പേരുണ്ട്, അവർ വാങ്ങിയ സാധനങ്ങളുണ്ട്. ഇനി ആ സാധനങ്ങൾ നേർക്ക് വേണം എന്തെഴുതാൻ? വില എഴുതാൻ. അപ്പം ഞാൻ പറയും, നിങ്ങൾ കണ്ടെത്തും, എഴുതും. അഭിനന്ദ് ഏത് കളിപ്പാട്ടമാണ് വാങ്ങിയത്? പന്തും ബലൂണും. പന്തിൻ്റെ വില ഒന്ന് കണ്ടെത്തിക്കേ കൂട്ടുക. പന്തിന് എത്ര രൂപയാണ്? 20 രൂപ. എത്ര രൂപയാണ്? 20 രൂപയാണ്. പ്രൈസ് ഓഫ് എ ബോൾ 20 rupees. പ്രൈസ് ഓഫ് എ ബോൾ 20 rupees. അങ്ങനെയാണെങ്കിൽ ഒരു ബലൂണിൻ്റെ വില എത്രയാണ്? മിടുക്കർ, പെട്ടെന്ന് കണ്ടെത്തിയല്ലേ? ബലൂണിൻ്റെ വില എത്രയാണ്? 5 രൂപ. പ്രൈസ് ഓഫ് എ ബലൂൺ 5 rupees. പ്രൈസ് ഓഫ് എ ബലൂൺ 5 rupees. അഭിനന്ദ് വാങ്ങിയ കളിപ്പാട്ടങ്ങളുടെ വിലകൾ നമ്മൾ കണ്ടെത്തി. വില വിവര പട്ടികയുടെ സഹായത്തോടെയാണ് നമ്മൾ വിലകൾ കണ്ടെത്തിയത്. പന്തിന് എത്ര രൂപയാണ്? 20 രൂപയും. ബലൂണിന് എത്ര രൂപയാണ്? 5 രൂപയും. അങ്ങനെയാണെങ്കിൽ ഇനി ഉണ്ണിയുടെ കയ്യിരിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ വില ഒന്ന് കണ്ടെത്തിക്കേ കൂട്ടുകാർ. ഉണ്ണി എന്തൊക്കെയാണ് വാങ്ങിയേ? പാവയല്ലേ? പാവയുടെ വില എത്രയാണ്? ഒരു പാവയുടെ വില 15 രൂപ. പ്രൈസ് ഓഫ് എ ഡോൾ 50 rupees. പ്രൈസ് ഓഫ് എ ഡോൾ 15 rupees. ഇനി എന്താ വാങ്ങിയത്? വിസിൽ, പീപ്പി. ഉണ്ണിക്കുട്ടൻ ഇനി വാങ്ങിയ എന്താണ്? പീപ്പി. പീപ്പിയുടെ വില എത്രയാണ്? ഒരു പീപ്പിയുടെ വില 6 രൂപ. പ്രൈസ് ഓഫ് എ വിസിൽ 6 rupees. ഇത് നമ്മുടെ നന്ദനയാണല്ലോ അല്ലേ? നമുക്കറിയാം നന്ദന എന്താണ് വാങ്ങിയിട്ടുള്ളത്? എന്താ വാങ്ങിയിട്ടുള്ളത്? പന്ത്. പന്തിൻ്റെ വില നമ്മൾ ഒരിക്കൽ കണ്ടെത്തിയതാണ്. എന്നാലും ചില കൂട്ടുകാർക്ക് സംശയം കാണും. ഒന്നും കൂടെ നോക്കിക്കേ, പന്തിന് എത്ര രൂപയാകുന്നത്? ഒരു പന്തിൻ്റെ വില 20 രൂപ. നമ്മുടെ നന്ദനക്കുട്ടി പന്ത് മാത്രമല്ലേ വാങ്ങിയുള്ളൂ. അപ്പോൾ അവിടെ എത്രയാണ് എഴുതേണ്ടത്? 20 രൂപ. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ കളിപ്പാട്ടങ്ങൾ ആരൊക്കെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നറിയാം. അതിൻ്റെ ഓരോന്നിൻ്റെ വിലയും നമ്മൾ വില വിവര പട്ടികയുടെ സഹായത്തോടെ, കൂട്ടുകാരുടെ സഹായത്തോടെ, ടീച്ചറിൻ്റെ സഹായത്തോടെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞു. ഇനി എന്താ? ഓരോരുത്തർക്കും ആകെ എത്ര രൂപയായെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ അഭിനന്ദിന് പന്തിനും ബലൂണും കൂടി ആകെ എത്ര രൂപയായെന്ന് കണ്ടെത്തണം. എത്ര രൂപയാകും? ടോട്ടൽ പ്രൈസാണ് കാണേണ്ടത്. ഒന്ന് കണ്ടെത്തിയാലോ? നമ്മുടെ കൂട്ടുകാർ വാങ്ങിയ സാധനങ്ങളും അവയുടെ വിലകളും നമുക്കറിയാം. സ്ക്രീനിൽ കാണുന്ന ടേബിളിൽ അത് വ്യക്തമായിട്ടുണ്ട്, കൂട്ടുകാരുടെ നോട്ട്ബുക്കിനകത്തുണ്ട്. ഇനി ഓരോരുത്തർക്കും ആകെ എത്ര രൂപയായെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
നമ്മുടെ അഭിനന്ദനെ നോക്കി, അഭിനന്ദന് എത്ര രൂപയായി? 20 രൂപയും 5 രൂപയുമായി. അപ്പോൾ 20ഉം 5ഉം, 20നോട് 5 കൂട്ടിച്ചേർക്കണം, 20നോട് 5 കൂട്ടണം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് ഇതെല്ലാം. 5 added to 20, 5 added to 20, 20 അധികം 5 എത്രയാവും നമുക്ക് കണ്ടെത്തിയാലോ? ദേ, ടീച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധനങ്ങൾ കൂട്ടങ്ങളാക്കിയാണ് കണ്ടെത്തിയതെങ്കിൽ ടീച്ചർ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് 10 ഫ്രെയിംസ് ആണ്. 10ൻ്റെ കൂട്ടങ്ങൾ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടെത്തി നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇതിലെങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നതെന്ന്. നമ്മൾ 10ൻ്റെ വില ചേർക്കുകയാണ്. 20 rupees. കൂട്ടുകാർ ടീച്ചറൊപ്പം എണ്ണിക്കോണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നോക്കിയേ, ഇവിടെ എത്ര ടെൻസാണ് വന്നത്? എത്ര പത്തുകളുണ്ട്? 2 പത്തുകൾ. 2 tens make 20. 20. 2 tens make 20. 10 plus 10 20. ഇനി നമുക്ക് ഈ 20നോട് കൂടി ഏത് വിലയാണ് ചേർക്കേണ്ടത്? ബലൂണിൻ്റെ വില എത്രയാണ്? 5 രൂപ. അതിന് ടീച്ചർ വേറെ നിറത്തിലുള്ള ടോക്കണാണ് എടുക്കുന്നത്. എത്രയാണ് എടുക്കേണ്ടത്? ബലൂണിൻ്റെ വില എത്രയാണ്? 5 രൂപ. അപ്പോൾ എണ്ണിക്കോണം. 1 2 3 4 5. ബലൂണിൻ്റെ വിലയുമായി. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പന്തിൻ്റെ വിലയായ 20 രൂപയോട് ബലൂണിൻ്റെ വിലയായ 5 രൂപ കൂടിച്ചേർത്തു. 2 tens make 20. 2 പത്തുകൾ ചേർന്ന് 20, 21, 22, 23, 24, 25. 2 tens make 20, 21, 22, 23, 24, 25. അപ്പം നമ്മുടെ അഭിനന്ദന് 20 രൂപ വിലയുള്ള പന്തും 5 രൂപ വിലയുള്ള ബലൂണിനും കൂടി ആകെ എത്ര രൂപയായി? വെരി ഗുഡ്, 25 രൂപയായി. 25 rupees. ഇനി നമുക്ക് ആരുടെ കളിപ്പാട്ടത്തിൻ്റെ വിലയാണ് കണ്ടെത്തേണ്ടത്? ഉണ്ണിയുടെ. നമുക്കൊന്ന് കണ്ടെത്തിയാലോ ഇതുപോലെ? എത്ര രൂപയുടെ സാധനങ്ങളാണ് ഉണ്ണിയുടെ കയ്യിലുള്ളത്? ശരി, ആദ്യം ആരുടെ വിലയാണ്? പാവയുടെ വിലയാണ്. പാവയ്ക്ക് എത്ര രൂപയാണ് ആയത്? 15 രൂപ. എത്ര രൂപയാണ്? 15 രൂപ. ടീച്ചർ ഏത് കളറിലെ നിറത്തിലുള്ള ടോക്കണാണ് എടുക്കുന്നത് നോക്കിയേ. കണ്ടല്ലോ, എത്ര എണ്ണം വേണം? 15 എണ്ണം അല്ലേ? അപ്പോൾ എന്നോടൊപ്പം എണ്ണിക്കോ. 1 2 3 4 5 6 7 8 9 10. നമ്മുടെ പാവയുടെ വില എത്രയാണ്? 15. 11 12 13 14 15. നോക്കിയേ, നമ്മുടെ പാവയുടെ വില എത്രയാണ്? 15 രൂപയാണ്. പ്രൈസ് ഓഫ് എ ഡോൾ 15 rupees. 10 plus 5 15. 10 plus 5 15 rupees. ഈ 15നോട് കൂടി എത്രയാണ് ചേർക്കേണ്ടത്? പിയുടെ വില എത്രയാണ്? 6 രൂപ. നമ്മൾ 15നോട് കൂടി ബിസിൻ്റെ വിലയ 6 രൂപയാണ് ചേർക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഏത് ടോക്കണാണ് എടുക്കേണ്ടത്? ഇതാണല്ലേ? അല്ലേ? ആ, ദേ ഇതാണ്. 6 രൂപ. 1 2 ഉറക്കണ്ണ 3 4 5 6. ഇതേ നോക്കിയേ, ഇവിടെ നേരത്തെ എത്രയായിരുന്നു? 15. 15 plus 5 എത്രയായി? 15 plus 5 20. 2 tens 20. 15നോടൊപ്പം 5 ചേർന്നപ്പോൾ 16 17 18 19 20. 10 plus 5 15. 15 plus 5 16 17 18 19 20. 2 tens make 20. 10 plus 10 20. 20 plus 1 20 21. 20 plus 1 21. 20നോട് കൂടി
1 ചേർന്ന് 21. 20, 21. 10 + 10 + 1, 21. നമ്മുടെ അഭിനന്ദിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ആകെ വില കണ്ടെത്തി എത്ര രൂപയാണ്? 25 രൂപ. 25 rupees. നമ്മുടെ ഉണ്ണിക്കോ 21 രൂപ. 21 rupees. നമ്മുടെ ഇനി ആർക്കുള്ള കളിപ്പാട്ടത്തിൻ്റെ വിലയാണ് കണ്ടെത്തേണ്ടത്? നന്ദനയുടേത്. നന്ദന എന്താ വാങ്ങിയത്? കൂട്ടുകാർ കണ്ടില്ലേ? പന്ത് മാത്രം. അപ്പോൾ പന്തിൻ്റെ വില മാത്രം നൽകിയാൽ പോരെ? മതി. അപ്പോൾ എത്ര രൂപയാണ് കടക്കാരന് നൽകേണ്ടത് നന്ദന? 20 രൂപയാണ് നൽകേണ്ടത്. 20 രൂപ എന്ന് പറയുമ്പം അതിൽ എത്ര പത്തുകളുണ്ടെന്ന് നോക്കിയാലോ? ടീച്ചറോടൊപ്പം എണ്ണിക്കോണം. കൂട്ടുകാർക്ക് അറിയാം, ഒരു ഫ്രെയിമിൽ ഇപ്പോൾ എത്ര എണ്ണം വരും? 10 എണ്ണം. 2 ഫ്രെയിം ആകുമ്പോൾ 20. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എത്ര പത്തുകളാണ് ഇവിടെ ഉള്ളത്? ഒരിക്കൽ എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 ആയപ്പോൾ എത്ര പത്തുകൾ വന്നു? 1 10 and another 10. 2 10. 2 പത്തുകൾ. 2 10s make 20. 2 10s make 20. 10 + 10, 20. 20 എത്ര പത്തുകളുണ്ട്? 2 പത്തുകളുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാർ വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടു, പ്രൈസ് ലിസ്റ്റ് നോക്കി, വില വിവര പട്ടിക നോക്കി നമ്മൾ അവയുടെ വിലകൾ കണ്ടെത്തി, ഓരോരുത്തർക്കും ആകെ എത്ര രൂപയാകുമെന്നും കണ്ടെത്തി. അഭിനന്ദിന് എത്ര രൂപയാകും? 25 രൂപ. 25 rupees. നമ്മുടെ ഉണ്ണിക്ക് എത്ര രൂപയാകും? 21 രൂപ. 21 rupees. നമ്മുടെ നന്ദനയ്ക്കോ 20 രൂപ. ഓരോന്നിൽ എത്ര പത്തുകളും എത്ര ഒന്നുകളും ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. പട്ടിക കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. അതുപോലെ കൂട്ടുകാരുടെ നോട്ട്ബുക്കിനകത്തും അതുണ്ടാവും. ഈ സാധനം വാങ്ങാൻ ഇവർക്ക് കാശ് കൊടുക്കണ്ടേ? എവിടുന്നാ കാശ്? ടീച്ചറിൻ്റെ ഇല്ല. നമുക്ക് ഇവരുടെ കുടുക്ക അങ്ങ് പൊട്ടിക്കാം. ഓരോരുത്തരുടെയും കുടുക്ക പൊട്ടിച്ചുള്ള കാശ് ഇവർക്ക് അങ്ങ് കൊടുക്കാം. അപ്പം നമ്മുടെ അഭിനന്ദിൻ്റെ കാണിക്കുടുക്ക പൊട്ടിച്ചത് കാശ് ടീച്ചറുടെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര രൂപയാണായത്? 25 രൂപ. നമ്മുടെ അഭിനന്ദിൻ്റെ കാണിക്കുടുക്കകത്ത് എത്ര രൂപ നോട്ടുകളേ ഉള്ളൂ? 10 രൂപ നോട്ടുകളാണ് ഉള്ളത്. നമുക്ക് എത്ര 10 രൂപ നോട്ടുകളാണ് അഭിനന്ദിന് വേണ്ടത്? വെരി ഗുഡ്. 2 10 രൂപ നോട്ടുകൾ. പിന്നെയോ 5 രൂപയും കൂടെ വേണം. പക്ഷേ ഇതേ നോക്കി, അഭിനന്ദിൻ്റെ കുടുക്കയിൽ ചില്ലറകളില്ല. അതുകൊണ്ട് ടീച്ചർ 3 10 രൂപ നോട്ടുകളാണ് നമ്മുടെ അഭിനന്ദിന് കൊടുക്കുന്നത്. 3 10 rupee notes നമ്മുടെ അഭിനന്ദിന് കൊടുക്കാമല്ലോ. അഭിനന്ദിന് കൊടുത്തു. ഉണ്ണിക്ക് എത്ര രൂപയാണായത്? 21 രൂപ. 21 രൂപയിൽ എത്ര പത്തുകളാണ് ഉള്ളത്? സ്ക്രീനിൽ നോക്കിയേ. 2 പത്തുകളും പിന്നെയോ 1 രൂപയും. 1 രൂപ. 2 10 രൂപയും 1 രൂപയും. 21 രൂപയാണ് നമ്മുടെ ഉണ്ണിക്ക് സാധനം വാങ്ങാനായി ടീച്ചർ നൽകിയത്. ഇത് നമ്മുടെ നന്ദനയ്ക്ക് എത്ര രൂപയാണ് വേണ്ടത്? നന്ദനയുടെ കാണിക്കുടുക്കയിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത് നോക്കാം. 4 10 രൂപയും 1 രൂപയും ഉണ്ട്. അപ്പം നന്ദനയ്ക്ക് വേണ്ടത് എത്ര രൂപയാണ്? 2 10 രൂപ നോട്ടുകളാണ്. അപ്പോൾ ദേ നന്ദനയുടെ കാണിക്കുടുക്കയിൽ നിന്ന് ടീച്ചർ 2 10 രൂപ നോട്ടുകൾ എടുത്ത് നന്ദനയ്ക്ക് കൊടുത്തു. ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ അഭിനന്ദനാകെ തുകയായ 25 രൂപയിൽ നമ്മൾ എത്ര രൂപയാണ് കൊടുത്തത്? 30 രൂപ നൽകി. ഉണ്ണിക്ക് 21 രൂപ നൽകി. നമ്മുടെ നന്ദനയ്ക്കോ 20 രൂപയും നൽകി. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏതോ ഒരു കൂട്ടുകാരന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ അത്? നമ്മുടെ ഉണ്ണിക്കാണല്ലേ? അല്ലേ? എങ്കിൽ പിന്നെ നന്ദനയ്ക്ക് അതുമല്ലേ?
അഭിനന്ദന് ഞാൻ കാശ് കൊടുത്തല്ലോ. 25 രൂപ നമ്മൾ കണ്ടു. 20 രൂപയുടെ പന്തിനും 5 രൂപയുടെ ബലൂണിനും കൂടി എത്രയായി? 25 രൂപയായി. ഞാൻ കാശ് കൊടുത്തു. ദേ 3 10 രൂപ. പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾ പറയുന്നത് തന്നെയാണോ നമ്മുടെ അഭിനന്ദിൻ്റെ പ്രശ്നമെന്ന്? നമുക്ക് അഭിനന്ദനോട് തന്നെ ചോദിച്ചാലോ? ദേ അഭിനന്ദ് എന്താ പറയുന്നത് നോക്കിയാലോ? കൂട്ടുകാരെ, എനിക്കൊരു പന്തിനും ഒരു ബലൂണിനും കൂടി ആകെ 25 രൂപയാണ് ആയത്. അതായത് 2 10കളും 5 1കളും. പക്ഷേ നമ്മുടെ ടീച്ചർ എനിക്ക് 3 10 രൂപ നോട്ടുകളാണ് നൽകിയത്. ഈ കാശ് കടക്കാരന് നൽകിയാൽ തിരികെ എനിക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയില്ല. എന്നെ ഒന്ന് സഹായിക്കൂ കൂട്ടുകാരെ. നമുക്ക് അഭിനന്ദനെ ഒന്ന് സഹായിക്കണ്ടേ? എങ്ങനെ സഹായിക്കാം? അതെ, ഈ 30 രൂപയിൽ നിന്നും എത്ര രൂപയാ മാറ്റേണ്ടത്? 25 രൂപ ആർക്ക് കൊടുക്കണം? കടക്കാരന് കൊടുക്കണം. അതായത് 30ൽ നിന്നും 25 മാറ്റണം. മാറ്റണമെന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ സിന്ധു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എന്താ പഠിപ്പിച്ചത്? ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ എടുത്ത് മാറ്റേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. 30 രൂപയിൽ നിന്നും 25 രൂപ മാറ്റണമെന്ന് പറഞ്ഞാൽ കുറയ്ക്കണം. നമുക്കറിയാം, ഗണിത ഭാഷയിൽ നമ്മൾ കുറയ്ക്കുന്നതിനെ എങ്ങനെയാണ് പറയുന്നത്? 30 മൈനസ് 25, 30 മൈനസ് 25. 30 രൂപയിൽ നിന്നും 25 രൂപ കുറയ്ക്കണം. സബ്സ്ട്രാക്ട് 25 rupees ഫ്രം 30 rupees. അപ്പം നമുക്ക് അഭിനന്ദനെ ഒന്ന് സഹായിച്ചാലോ? ശരി. അപ്പം നമ്മുടെ അഭിനന്ദിൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 10 രൂപ നോട്ടിൽ നിന്നും 25 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടീച്ചർ ഇവിടെ 3 10 രൂപ നോട്ടുകൾക്ക് പകരം ടീച്ചർ ഇവിടെ എന്ത് ചെയ്യാണ്? 3 10ൻ്റെ കെട്ടുള്ള സ്ട്രോ എടുക്കുകയാണ്. 10ൻ്റെ ഒരു കെട്ട്, 10ൻ്റെ 2 കെട്ട്, 10ൻ്റെ 3 കെട്ട്. ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 30ൽ നിന്ന് നമുക്ക് എത്രയാണ് എടുത്ത് മാറ്റേണ്ടത്? 25. എത്രയാണ്? 25 രൂപയാണ് കടക്കാരന് കൊടുക്കേണ്ടത്. ഇനി മക്കൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് സംഖ്യയാണോ എടുത്ത് മാറ്റേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത്, ആ സംഖ്യയുടെ വൺസ് പ്ലേസ്, അതായത് 1ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ വേണം ആദ്യം എടുത്ത് മാറ്റാൻ. 25ൽ നിന്നും ആദ്യം എടുത്ത് മാറ്റേണ്ടത് 1കളുടെ സ്ഥാനത്തുള്ള 5നെയാണ്. ഇവിടെ നോക്കിക്കേ, 1കളുടെ സ്ഥാനത്ത് 5 ഉണ്ടോ? ഇല്ല. 1കളുടെ സ്ഥാനത്ത് 5 എന്നല്ല, ഒന്നും തന്നെ ഇല്ല. 1കളുടെ സ്ഥാനത്ത് ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ മാറ്റും? എങ്ങനെ മാറ്റും? 3 10ൻ്റെ കെട്ടുകൾ 30. അതിൽ നിന്ന് ടീച്ചർ എന്ത് ചെയ്തു? ഒരു 10ൻ്റെ കെട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? ദേ ആ കെട്ടിനെ അഴിച്ചു മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യണം? അതുപോലെ 1ൻ്റെ പ്ലേസിലേക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. പകരം 1കളായിട്ട്, 1കളുടെ സ്ഥാനത്തേക്കാണ് ഇടുന്നത് അല്ലേ? 1കളായിട്ട് നമ്മൾ ഇട്ടു. 2 3 4 5 6 7 8 9 10. How many ones are here? 10 ones. Now 10 ones are here. ഇപ്പോൾ 10 ഒന്നുകളാണ് 1ൻ്റെ സ്ഥാനത്തുള്ളത്. ഇനി നമുക്ക് മാറ്റാമല്ലോ. എത്ര ഒന്നുകളാണ് മാറ്റേണ്ടത്? 5 ഒന്നുകളാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ എണ്ണിക്കോ? 1 2 3 4 5. 5 ones. നമ്മൾ ഇനി എവിടെ ഇടണം? 10ൻ്റെ സ്ഥാനത്താണോ അതോ ഒന്നുകളുടെ സ്ഥാനത്താണോ? ഒന്നുകളുടെ സ്ഥാനത്താണ് ഇടേണ്ടത്. 5 ഒന്നുകൾ മാറ്റി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എത്ര 10കളാണ് ഉള്ളത് ശേഷിക്കുന്നത്? അതെ, 2 10കൾ. ദേ നോക്കിയേ, 10ൻ്റെ സ്ഥാനത്ത് എത്ര 10കളാണ് ഉള്ളത്? 2 10കൾ. അതിൽ നിന്ന് ഒരു 10 എടുത്ത് നമ്മുടെ കടക്കാരൻ്റെ ഒരു 10ലേക്ക് വെച്ചു. ഇനിയുള്ള ഒരു 10 എടുത്ത് കടക്കാരൻ്റെ 10ലേക്ക് വെച്ചു. ഇപ്പോൾ എത്രയായി? 2 10കൾ ചേർന്ന് 20 രൂപ, 5 ഒന്നുകൾ ചേർന്ന് 5 രൂപ. 30 രൂപയിൽ നിന്ന് എത്ര രൂപ മാറ്റി? 25 രൂപ നമ്മുടെ കടക്കാരന് നൽകി.
അപ്പോൾ ബാക്കി എത്ര സ്ട്രോയാണ് ഉള്ളത്? 5. എത്ര ഒന്നുകളിൽ എത്ര എണ്ണം ബാക്കി? 5 എണ്ണം ബാക്കി. അതായത് 30-ൽ നിന്നും 25 എടുത്ത് മാറ്റിയപ്പോൾ എത്ര എണ്ണം ബാക്കി? 5 എണ്ണം. 5 ones are left. നമുക്കിനി ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 3 10 രൂപ നോട്ടുകളാണല്ലേ. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഒരു 10 രൂപ എടുത്ത് മാറ്റിയ ശേഷം എന്താക്കി? ഒന്നുകളാക്കി അല്ലേ. 10 രൂപയെ ഒന്നുകളാക്കി മാറ്റി. 1 2 3 4 5 6 7 8 9 10. ഇനി എന്ത് ചെയ്തു? 10 ഒന്നുകളിൽ നിന്നും 5 ഒന്നുകൾ കടക്കാരന് നൽകണം. 1 2 3 4 5. കൂടെ എത്ര രൂപയും? 2 10 രൂപയും. അങ്ങനെ 2 10ഉം 5 ഒന്നുകളും ചേർന്ന് 25 രൂപ കടക്കാരന് നൽകി. 5 ഒന്നുകൾ ബാക്കി. Subtract 25 rupees from 30 rupees. The balance is 5 rupees. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇല്ലേ? ഇനി എന്താ? അവരോടൊപ്പം ടീച്ചറും ഉണ്ടായിരുന്നില്ലേ? ടീച്ചർ വാങ്ങിയ 2 സാധനങ്ങളിൽ ഒന്നാണ് ദേ ഇത്. ഇതെന്താണ്? ഊത്ത്. ടീച്ചർ ഒരു ഊത്തും വാങ്ങി, ഒരു കിലുക്കും വാങ്ങി. ടീച്ചർ ഒരു ഊത്തും വാങ്ങി, ഒരു കിലുക്കും വാങ്ങി. ടീച്ചർ bought a trumpet and a rattle. It's a trumpet. It's a rattle. ഇനി എന്താ? എങ്ങനെയാണ് ടീച്ചറെ സഹായിക്കണമെന്നല്ലേ? 20 രൂപ വിലയുള്ള ഒരു ഊത്തും 7 രൂപ വിലയുള്ള ഒരു കിലുക്കുമാണ് ടീച്ചർ വാങ്ങിയത്. നിങ്ങൾ ടീച്ചറിന് ചെയ്തു തരേണ്ട സഹായം എന്താണെന്ന് ഈ വർക്ക്ഷീറ്റിനകത്തുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നോക്കി കൂട്ടുകാർ കണ്ടെത്തി ടീച്ചർക്ക് അയച്ചു തരണം. ഇത് മാത്രം പോരാ. ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കളിപ്പാട്ടം നിങ്ങൾക്കും തിരഞ്ഞെടുക്കാം. ദേ അത് ഈ കാണുന്ന വർക്ക്ഷീറ്റിലേക്ക് നോക്കിക്കേ. ആ വർക്ക്ഷീറ്റിൽ നിന്ന് 2 കളിപ്പാട്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് ആകെ എത്ര രൂപയാകുമെന്ന് കണ്ടെത്തി ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.